സിമ്പിളായിട്ടും അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തയ്യാറാക്കിയാലോ. ആദ്യം ഒരു പാത്രം എടുക്കുക, അതിൽ 2 ലിറ്റർ പാൽ ഒഴിക്കുക. പാൽ നല്ല രീതിയിൽ തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ച് എന്ത് ചെയ്യുക, പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ബൗൾ എടുത്തതിന് ശേഷം അതിൽ കുറച്ച് പാൽ ഒഴിക്കുക. 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഈ തിളച്ച പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് തിളച്ച് വരുന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. എന്നിട്ടൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് അതേപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്യുക. എന്നിട്ട് ഈ മിക്സറിന് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം, എങ്കിൽ കട്ടയില്ലാതെ നല്ല രീതിയിൽ ആകത്തുള്ളൂ. ഫ്രഷ് ക്രീമിന് പൊതുവെ മധുരമില്ല, അതുകൊണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും മധുരം കാണും. പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ അരികെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു പുഡിംഗ് ട്രേയിൽ നിരത്തി വെക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ ആ കസ്റ്റാർഡിൻ്റെ മിക്സറിനും എന്ത് ചെയ്യുക, അതിൻ്റെ പുറത്തോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തോട്ടായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ പിസ്തായും ബദാമും ആയിരുന്നു ഉണ്ടായിരുന്നത്, ഞാൻ അതാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ അതേപോലെ തന്നെ സെയിം ആയിട്ടും റിപ്പീറ്റ് ചെയ്യുക. ബ്രെഡ് അതിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം ബാക്കി വന്ന കസ്റ്റാർഡിൻ്റെ മിൽക്കും കൂടി എന്ത് ചെയ്യുക, ഇതിൻ്റെ പുറത്തോട്ട് എല്ലാ ഭാഗത്തുമായിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും ആകണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കയ്യിലൊരു സ്പൂൺ ഉണ്ടെങ്കിൽ ആ സ്പൂൺ വെച്ചിട്ട് റെഡിയാക്കി കൊടുത്താൽ മതി, ലെവലാക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും കൂടി എന്ത് ചെയ്യുക, ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ലെവൽ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ആ ബ്രെഡിൻ്റെ ഉള്ളിലോട്ട് ഈ മിശ്രിതം ഇറങ്ങി ചെല്ലുകയുള്ളൂ. പിന്നെ നമ്മൾ ബാക്കി വന്ന ആ നട്ട്സില്ലേ ഇതിൻ്റെ പുറത്തോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തോട്ടും ആക്കിയതിന് ശേഷം നമ്മുടെ പുഡിങ് ഇതാ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ, നിങ്ങളിതാ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സിമ്പിളാണ്, അതേപോലെ ടേസ്റ്റിയുമാണ്. നിങ്ങൾ മറക്കാതെ ചെയ്ത് നോക്കാം.